ഹലോ കൂട്ടുകാരി, ഞങ്ങളിതാ കാറിൽ കയറിയിരിപ്പുണ്ട്. ഇപ്പം സമയം 5 മണിയാണേ. ഞങ്ങൾ ഒരു യാത്ര പോകാനായിട്ട് ഉള്ള തയ്യാറെടുപ്പിലാണേ. ഞാൻ മുമ്പ് ഒരു വ്ളോഗ് ഇട്ടിരുന്നു. ഞങ്ങൾ കൂടെ പഠിച്ച ഫ്രണ്ട്സ് എല്ലാം കൂടി എറണാകുളത്തൊരു ഹൗസ് വാമിങ്ങിനായിട്ട് ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോകുന്നൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം ആ ഫ്രണ്ട് തിരിച്ച് മലേഷ്യക്ക് പോവുകയാണ്. അപ്പം അവളുടെ കൂടെ ഞങ്ങളും പോവുകയാണ് മലേഷ്യയൊക്കെ ഒന്ന് കാണാനായിട്ട്. അപ്പം നിങ്ങളെ ഞങ്ങൾ ക്ഷണിക്കുന്നു ഞങ്ങളിവിടെ മലേഷ്യക്കയിലോട്ട്. അപ്പോൾ ഇപ്പം ഹസ്ബൻഡിന് പത്തനംതിട്ട അവിടെ അവരുടെ കമ്പനിയിൽ മീറ്റിംഗ് ഉണ്ട്. അപ്പം ഞങ്ങൾ അതുവഴി ആണ് എറണാകുളത്ത് പോയി അവിടെ നിന്ന് ഞങ്ങൾ ഫ്രണ്ടിൻ്റെ കൂടെ മലേഷ്യക്ക് പോകാനായിട്ടുള്ള പ്ലാനാണ്. അങ്ങനെ ഞങ്ങൾ അമ്മയുടെ അടുത്ത് വന്ന് യാത്രയൊക്കെ പറയുകയാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമേ പോകുന്നുള്ളൂ. മൂത്ത ആൾ വീട്ടിലുണ്ട്. അപ്പം അമ്മയുള്ളത് കൊണ്ട് കുഴപ്പമില്ല. അങ്ങനെ യാത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഇറങ്ങുകയാണ്. നമ്മളെ വീട്ടിൽ പണി നടക്കുന്നുണ്ട്, അത് ഞാൻ വേറൊരു വ്ളോഗ് ചെയ്യാം. അങ്ങനെ ഞങ്ങൾ രാവിലെയൊക്കെ ആയി. രാവിലെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അപ്പോൾ കഴിക്കാനായിട്ട് ഇവിടെ കിളിമാനൂരുള്ള വഴിയോര കടയിലാണ് കഴിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വ്ളോഗ് ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞങ്ങളൊരു ഡ്രൈവറെ അറേഞ്ച് ചെയ്തായിരുന്നു. ഞങ്ങൾക്ക് ഇത്രയും ലോങ് ഡ്രൈവ് ഉണ്ടായിരുന്നതുകൊണ്ട് ഞങ്ങൾ ഡ്രൈവറെയൊക്കെ അറേഞ്ച് ചെയ്താണ് പോയത്. എപ്പോഴും ഇത്രയും ലോങ് ഡ്രൈവൊക്കെ ഉള്ളപ്പം ഒരു ഡ്രൈവറെ അറേഞ്ച് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒത്തിരി അങ്ങ് ടയേർഡാവും. പിന്നെ പുള്ളിക്ക് മീറ്റിങ്ങൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെ പ്രിപ്പറേഷനും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഈ വഴിയോര കട കിളിമാനൂരുള്ള അവിടെ നിന്നാണ് മിക്കവാറും ഫുഡ് കഴിക്കുന്ന. നാടൻ ടേസ്റ്റ് ഉള്ള ഫുഡ് അവിടെ കിട്ടും, നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന. പിന്നെ ബാത്റൂമൊക്കെ സൗകര്യമുണ്ട് കേട്ടോ യാത്ര ചെയ്യുന്ന സമയത്ത്. പിന്നെ ഞങ്ങൾ ചങ്ങനാശ്ശേരിയിലുള്ള മോൻ മീഡിയ സിറ്റിയിലാണ്, അവിടെ സൗണ്ട് എഞ്ചിനീയറിംഗാണ് പഠിക്കുന്നത്. അപ്പോൾ അവിടെ ചെന്ന് മോനെയൊക്കെ കണ്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവൻ ഭയങ്കര ഷൈയാണ് ഫോട്ടോയിലൊക്കെ വരാനായിട്ട്. നിർബന്ധിച്ച് പിടിച്ചൊക്കെ വേണം അവനെ ഫോട്ടോ എടുക്കുന്നത്. അപ്പോൾ അവിടെ പള്ളിയിൽ അച്ഛന്മാർ നടത്തുന്ന ചെറിയൊരു നല്ല രസമാണ് കേട്ടോ മീഡിയ സിറ്റിക്കകത്തുള്ള ക്യാമ്പസ്. നല്ല രസം, എവിടെ നോക്കിയാലും നല്ല ഭംഗിയാണേ. അപ്പോൾ അത് കൂടുതൽ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയില്ല. അവരുടെ റേഡിയോ സ്റ്റേഷനൊക്കെ കയറിക്കൊണ്ട് അതിനകത്തൊന്നും വീഡിയോ എടുക്കാൻ പാടില്ല എന്നുണ്ട്. അവിടുത്തെ ലോക്കലായിട്ടുള്ള റേഡിയോ സ്റ്റേഷനാണ്. 3 ഡിസ്ട്രിക്റ്റിലാണ് അവരുടെ ആ റേഡിയോ സ്റ്റേഷൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് കുറേ അന്തേവാസികളൊക്കെ ഉണ്ട്, പ്രാവ്, മുയൽ, അങ്ങനെ കുറേ. അപ്പോൾ അവരെയൊക്കെ കണ്ടു. പിന്നെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ വന്നിട്ട് കുറച്ച് റീലൊക്കെ എടുക്കുന്നുണ്ട്. അവളുടെ അവിടുത്തെ DJ കണ്ണാടിയൊക്കെ എടുത്ത് വെച്ച് സെറ്റാണ്. ഇതാണ് എൻ്റെ ഫ്രണ്ട്, എൻ്റെ സവിത എന്നാണ് അവളുടെ പേര്. അങ്ങനെ ഞങ്ങൾ രാത്രി 12 മണിക്കാണ് നമുക്ക് മലേഷ്യയിലോട്ടുള്ള ഫ്ലൈറ്റ്. അപ്പം നമ്മൾ ഇവിടെ നിന്ന് എയർപോർട്ടിലോട്ടുള്ള പാച്ചിലാണ് ഈ കാണുന്നത്. അപ്പം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും സ്നാക്സ് പോലെയൊക്കെ കഴിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയായിരുന്നു. പിന്നെ നമ്മൾ ഉച്ചയ്ക്ക് കഴിച്ച കാര്യം പറഞ്ഞില്ല. പത്തനംതിട്ടയുള്ള പത്മ കഫേ, അതിൻ്റെ വീഡിയോ ഒന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. നല്ല ഫുഡായിരുന്നു. അവിടെ നായേഴ്സിൻ്റെ ഒരു സ്ത്രീകൾ നടത്തുന്ന ഒരു നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒത്തിരി വെജിറ്റബിളൊക്കെ തരും. നമ്മൾ ചോദിക്കുന്ന ചോറ് ക്വാണ്ടിറ്റിയൊക്കെ നല്ലതായിട്ട് നമ്മളെ ആവശ്യമനുസരിച്ച് അവർ വിളമ്പിത്തരും. ഇനി ഒരു ദിവസം അവിടെ പോകുമ്പോഴത്തേക്കും അവിടുത്തെ വിശേഷങ്ങൾ ഞാൻ ഷോർട്സ് ആയിട്ട് ഇടാം, അപ്പോൾ എല്ലാവർക്കും കാണാൻ പറ്റും. പത്തനംതിട്ട ചെല്ലുമ്പോൾ നല്ല ഫുഡ് കിട്ടുന്ന കഫേയാണത്. നാടൻ പലഹാരങ്ങളെല്ലാം അവിടെ കിട്ടും. അപ്പോൾ അത് ഞാൻ പിന്നെ ചെയ്യാം. ഇതാണ് അവളുടെ മക്കൾ. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തിരിച്ച് അവരൊരു മാസം നാട്ടിലുണ്ടായിരുന്നു. അപ്പോൾ തിരിച്ച് നമ്മളെല്ലാവരും കൂടി മലേഷ്യയിലോട്ട് പോകാനായിട്ടുള്ള ഇതാണ്. അപ്പോൾ എയർപോർട്ടിനകത്ത് കയറിയപ്പോൾ അവിടെ ഫുൾ ക്രിസ്മസ് വൈബിൻ്റെ ഒരുക്കങ്ങളൊക്കെ കഴിഞ്ഞു. പിന്നെ ക്രിസ്മസ് എല്ലാം കഴിഞ്ഞു, ന്യൂ ഇയർ എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതിൻ്റെയൊക്കെ ബാക്കി പത്രങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം മലേഷ്യക്ക് പോണ ത്രില്ലിലാണ് ഞാനും ഹസ്ബൻഡും. പുള്ളി നല്ല ടൈറ്റ് ഷെഡ്യൂളാണ്. അവിടെ നിന്നാണ് പുള്ളി, സത്യം പറഞ്ഞാൽ എനിക്ക് വേണ്ടി തന്നെയാണ് പുള്ളി വരുന്നത് കേട്ടോ.
ന്യൂ ഇയറിന് അന്ന് എൻ്റെ ബർത്ത്ഡേയും കൂടിയാണ്. അപ്പോൾ പുള്ളി എനിക്കൊരു പ്രോ മാക്സ് ആപ്പിൾ 16 മേടിച്ച് തന്നായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. എന്തായാലും നമ്മൾ എയർപോർട്ടിൽ വന്നിട്ട് ഇമിഗ്രേഷനൊക്കെ പെട്ടെന്ന് കഴിഞ്ഞു. പിന്നെ അവിടെ നിന്ന് തന്നെ ഫുഡ് കഴിച്ചു. മസാല ദോശയൊക്കെയാണ് കഴിച്ചത്. പിള്ളേർക്ക് പിന്നെ KFC അങ്ങനെ എന്തൊക്കെയോ മേടിച്ചു കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഫ്ലൈറ്റിലൊക്കെ കയറി ലഗേജൊക്കെ വെച്ചിട്ട് ഞങ്ങൾക്ക് ടൂറിസ്റ്റിന് 7 കിലോ ആണ് കൊണ്ടുപോകുന്നത്. നല്ല സ്ട്രിക്റ്റാണ് കേട്ടോ. പിന്നെ ഹാൻഡ് ബാഗ് കുഴപ്പമില്ല, കയ്യിൽ കൊണ്ടുപോകാം. പിന്നെ വേറെ ചെക്കിങ്ങൊക്കെ കഴിഞ്ഞു പെട്ടെന്ന് തന്നെ. പക്ഷേ പെട്ടെന്നാണെങ്കിലും അരമണിക്കൂർ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു. അങ്ങനെ എത്ര യാത്ര ചെയ്താലും ഈ ഫ്ലൈറ്റ് യാത്രയെന്ന് പറയുന്ന ഒരു വല്ലാത്തൊരു എന്താ പറയുക, ഒരു വിഷമവും ഒരു സന്തോഷവും എക്സൈറ്റ്മെൻറ്റും എല്ലാം കൂടെ ഇടകലർന്ന ഒരു ഫീലിംഗാണ്. കാരണം നമ്മളൊരു ഫ്ലൈറ്റ് കയറി ഇങ്ങനെ ഹൈറ്റിലേക്ക് പോകുന്ന ആ ഒരു എക്സ്പീരിയൻസും, എനിക്ക് ചെവിക്ക് ചെറിയ ഇങ്ങനെ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഫേഷ്യൽ യോഗ പോലത്തെയൊക്കെ ചെയ്തിട്ട് അതൊക്കെ അങ്ങ് മാറ്റി എപ്പോൾ ഫ്ലൈറ്റിൽ കയറിയാലും ഞാനിങ്ങനെ വിൻഡോ സീറ്റിലിരുന്ന് ഇങ്ങനെ ഫ്ലൈറ്റിൻ്റെ ചലനങ്ങളെല്ലാം ഇങ്ങനെ എടുക്കും. അങ്ങനെ സുഖമായ ഉറക്കം, നന്നായിട്ട് ഉറങ്ങി. നമുക്ക് അവിടെ കോഫി, ജ്യൂസ് അങ്ങനെയൊക്കെ. നമ്മൾ പിന്നെ ഫുഡ് കഴിച്ചിട്ട് കയറിയണമൊന്നും നമ്മൾ പിന്നെ കഴിച്ചില്ല. സുഖമായിട്ട് ഉറങ്ങി. ഞാനൊരു 5 മണിയായപ്പോൾ കണ്ണ് തുറന്നു. അപ്പോൾ ഉള്ള കാഴ്ചയാണ്. കണ്ണ് തുറന്നിങ്ങനെ 5 മണിയല്ല കേട്ടോ, 3-4 മണിയൊക്കെ ആയി. കാരണം ടൈം ഡിഫറൻസ് വരുമല്ലോ, ഇവിടുത്തെ ടൈമും അവിടുത്തെ കൂടെ. അവിടത്തെക്കാളും 2 മണിക്കൂർ കൂടുതലാണ് ഇവിടെ എന്ന് തോന്നുന്നു. ഒന്നും അറിയാൻ വയ്യ. ഫോണിൽ ഇവിടുത്തെ സമയമായി. പിന്നെ രാവിലെ സൂര്യ ഉദിക്കുന്നതൊക്കെയാണ് ഇനിയുള്ള കാര്യങ്ങൾ. അതൊക്കെ ഭയങ്കര രസമായിരുന്നു. പിന്നെ നമ്മൾ ആകാശത്തേക്ക് നോക്കുമ്പോൾ കാണുന്ന മേഘങ്ങൾ നമുക്ക് കീഴിൽ, പിന്നെ സൂര്യൻ കണ്ടോ അതോ വന്ന് നിൽക്കുന്നു. എന്താ പറയുക, ഇതൊക്കെ ഭയങ്കര ഒരു എക്സ്പീരിയൻസാണ്. അത് നമ്മൾ പോയി തന്നെ ആ എക്സ്പീരിയൻസ് അറിയണം. എത്ര പോയാലും മടുക്കൂല, എത്ര കണ്ടാലും മടുക്കാത്ത കാര്യങ്ങളാണ്. പിന്നെ ലാൻഡിങ്, അതൊക്കെ ഒരു സംഭവമാണ്. നല്ല സ്മൂത്ത് ലാൻഡിങ്ങൊക്കെ ആയിരുന്നു. നല്ല യാത്രയായിരുന്നു. മേഘങ്ങൾക്കിടയിലൂടെ ഉള്ള യാത്ര, പാറിപ്പറന്ന് നടക്കുന്ന ഒരു മനോഹരമായ ഒരു യാത്രയായിരുന്നു. അങ്ങനെ ഞങ്ങൾ പക്ഷേ ഒരു അരമണിക്കൂർ ലേറ്റായിട്ടാണ് ഫ്ലൈറ്റ് എടുത്തത്. അതുപോലെ തന്നെ ലാൻഡ് ചെയ്തതിന് ശേഷവും വേറെ ഒരു ഫ്ലൈറ്റ് അവിടെ നിന്ന് പൊങ്ങുന്നത് കണ്ടായിരുന്നു. അപ്പോൾ അത് വീഡിയോയിൽ കറക്റ്റ് ഇങ്ങനെ നിങ്ങൾക്ക് ബോറടിക്കും അത്രയും. അതുകൊണ്ട് ഞാൻ സ്പീഡ് ചെയ്താണ് വീഡിയോസ് എല്ലാം കാണിക്കുന്നത്. നിങ്ങൾക്ക് ബോറടിക്കാൻ പാടില്ലല്ലോ, എല്ലാം പെട്ടെന്ന് പറഞ്ഞങ്ങ് പോകണം. ഒരിക്കലും നമ്മൾ വീഡിയോസ് എടുക്കുമ്പം ബോറാവാൻ പാടില്ല. പിന്നെ പ്രൊഫഷണലൊന്നും അല്ലല്ലോ, ഇങ്ങനെ എടുത്തെടുത്ത് വരുമ്പോൾ ശരിയാവുമായിരിക്കും. എന്തായാലും ഇത്രയും പേരൊക്കെ കാണുന്നുണ്ടല്ലോ, സന്തോഷം. ഇനി ആരും കണ്ടില്ലെങ്കിലും സന്തോഷം. അങ്ങനെ ഞങ്ങൾ മലേഷ്യൻ എയർപോർട്ടിലെത്തി കേട്ടോ. എയർപോർട്ടിലെത്തി. ഇവിടെ നിന്ന് 1.5 മണിക്കൂറത്തെ യാത്രയുണ്ട് കേട്ടോ. അപ്പം നമ്മൾ യൂബറൊക്കെ ബുക്ക് ചെയ്തിട്ട് ആണ് പോയത്. പിന്നെ അവളുടെ ഫ്ലാറ്റിലെത്തി. അയ്യോ, നല്ല ആശ്വാസമായി. ഫ്ലാറ്റിലെത്തിയിട്ട് അവിടുത്തെ വ്യൂ ഒക്കെ എന്ത് രസമാണെന്നറിയാമോ. ഫ്ലാറ്റിലിരിക്കുമ്പോൾ ഉള്ള വ്യൂ സൂപ്പറാണ്. ശരിക്കും നമ്മുടെ കേരളത്തിൻ്റെ ഒരു മിനിയേച്ചർ എന്ന് പറയുക. അവിടെ കൂടുതലും നമ്മളെ കേരളത്തിൽ തെങ്ങുകളാണെങ്കിൽ അവിടെ ഈ പനയാണ്. പാം ഓയിലൊക്കെ ഇല്ലേ, അതൊക്കെ എടുക്കുന്ന പനയാണ് അവിടെ കൂടുതൽ. ഗ്രീനറി തന്നെയാണ്. പിന്നെ അവിടുത്തെ ഫ്ലാറ്റൊക്കെ സൂപ്പറാണ് കേട്ടോ. അതൊക്കെ ഇനി അടുത്ത വ്ളോഗ് ചെയ്യാം. എല്ലാം കൂടി ഈ വ്ളോഗിലിടുമ്പോൾ ഒത്തിരി ലെങ്താവും. അപ്പം അടുത്ത വ്ളോഗിൽ മലേഷ്യൻ്റെ കൂടുതൽ വിശേഷങ്ങളും ഫുഡും അങ്ങനെ ഒരുപാട് മലേഷ്യൻ വിശേഷങ്ങളുമായിട്ട്
മഴയുണ്ടായിരുന്നു. വരാം. അപ്പോൾ മഴയൊക്കെ അടിച്ച് പൊളിക്കാം. ശരി.